ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വാഴയ്ക്ക് വെച്ചിട്ടുള്ള ബജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ വലിയ സൈസിലുള്ള 2 വാഴയ്ക്കായിരുന്നു എടുത്തത്. എന്നിട്ട് ഇതേപോലെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ തൊലി ഉൾപ്പെടെയാണ് സ്ലൈസ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ രീതിയിലായാൽ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് സ്ലൈസ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇതിനു മുന്നേ കുറേയേറെ സ്നാക്സ് ഐറ്റത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. എബ്രോഡൊക്കെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള പേൻക അവൈലബിൾ അല്ല. അങ്ങനെയുള്ളവർ റോബസ്റ്റയുടെ പച്ചക്കായ എടുത്തിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാം അത് സ്ലൈസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ബൗളിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ടത്. എന്നിട്ട് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, നല്ല കളറുണ്ടാകാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പേസ്റ്റ്, അതല്ലെങ്കിൽ പൊടി ചേർത്താലും മതിയാകും. എന്നിട്ടൊരു 3 പിഞ്ച് കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഒരു പിഞ്ച് സോൾട്ടും, അതുകൂടാതെ ഒരു 3 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ ചെറിയ രീതിയിൽ ചേർത്താലേ നല്ല സോഫ്റ്റ് ആകുകയുള്ളൂ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ അല്പാൽപ്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബാറ്റർ ലൂസാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മിക്സായിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കോട്ടിങ് കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇതേപോലെ തവിയുടെ അടിഭാഗത്ത് നോക്കിയാൽ ഇപ്പോൾ ബാറ്റർ റെഡിയായിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തത്. 1/2 കപ്പ് വെള്ളം ബാലൻസ് ഉണ്ട്. നമുക്ക് 1/2 കപ്പേ വേണ്ടി വന്നുള്ളൂ. നമ്മൾ ബാറ്റർ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ലൂസാവാൻ പാടില്ല. ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കേണ്ടത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തത്. നല്ല ചൂടായി വന്നിട്ട് നമുക്ക് ബാറ്ററിലോട്ട് ഓരോരോ പീസായിട്ടായിട്ട് ഡിപ്പ് ചെയ്ത് ഇടാം. അതിലേക്ക് നമ്മൾ ഓയിലിലോട്ട് ഇടുന്ന സമയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി വയ്ക്കണം. അത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതല്ലെങ്കിൽ ഉൾവശം വേകാൻ പ്രയാസമാണ്. ഇതേപോലെ ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കണം. ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ ഇപ്പോൾ ഏകദേശം അത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കത് മറിച്ചിടാം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, കരിവേപ്പിലയുടെയും കായത്തിൻ്റെയൊക്കെ. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും നല്ല ടേസ്റ്റുള്ള ബജിയാണ്. ഇതുപോലെ കളർ ചേഞ്ച് ആകുമ്പോഴാണ് അത് ഫ്രൈ ആയെന്ന് മനസ്സിലാകുന്നത്. ഇതുപോലെ പൊങ്ങി വരുന്ന ടൈമിലാണ് നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത് കൂടുതൽ നല്ല ഫ്ലഫിയായി വരും. നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈവനിങ് സ്നാക്സിനോടൊപ്പം ടീ, കോഫി, ഈ ബജിയും ടൊമാറ്റോ സോസൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. എന്നാൽ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.